എന്നാണ് മൈഗ്രെയിൻ വരിക. ആ ടൈമിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്? ഇത് ഒരു പോക്കറ്റ് ബുക്കിലോ മൊബൈലിലോ നോട്ട് ചെയ്ത് വെക്കാൻ അഡ്വൈസ് ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് തലവേദന വരാത്ത ദിവസങ്ങളാണ് ഓർക്കാൻ എളുപ്പം എന്ന് പറയും. അതായത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാവും. മാസത്തിൽ 10ഓ 15ഓ അതിൽ കൂടുതലോ തലവേദന വരിക, അതിൽ അറ്റ്ലീസ്റ്റ് 8 ദിവസം മൈഗ്രെയിനിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവുക. ഇതിനെയാണ് ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുക. ഇതിൽ തന്നെ ചില ആളുകൾക്ക് യൂഷ്വലി അവർ കഴിക്കുന്ന മെഡിസിൻസിനോട് തലവേദന റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ 1ഓ 2ഓ പെയിൻ കില്ലർ കഴിച്ചാൽ പോലും ആശ്വാസം കിട്ടില്ല. ഈ ഒരു പാറ്റേണിൽ 3ഓ അതിൽ കൂടുതലോ മാസങ്ങളായി തലവേദനയുണ്ട്. ഈ ഒരു സ്റ്റേജാണ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ റിഫ്രാക്ടറി മൈഗ്രെയിൻ. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ശരിയായ ചികിത്സ ലഭിക്കാത്തതാവാം. പല ആളുകളും പ്രോപ്പറായ മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഈസിലി അവൈലബിൾ ആയ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചാവും തലവേദന മാനേജ് ചെയ്യുക. അതുപോലെ മൈഗ്രെയിനിന്റെ കൂടെ പല ആളുകൾക്കും സൈനസൈറ്റിസ്, ടെൻഷൻ, ഹെഡേക്ക് ഒക്കെ ഉണ്ടാവാം. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ മരുന്ന് കഴിച്ചാലും തലവേദനയ്ക്ക് റിലീഫ് കിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാം, അത് മൈഗ്രെയിനുമായി കണക്റ്റഡ് ആയിരിക്കും. ഇത് കറക്റ്റ് ചെയ്യുന്നില്ല, അവർ കഴിക്കുന്ന മെഡിസിൻസ്, ചിലപ്പോൾ മരുന്നുകൾ പെട്ടെന്ന് നിർത്തുക, ഇതൊക്കെ തന്നെ മൈഗ്രെയിനിനെ എഫക്ട് ചെയ്യാം. കൂടാതെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇപ്പോ കുറെ ദിവസമായി ഉറക്കം, ഭക്ഷണം ഒന്നും ശരിയല്ല, അമിതമായ മെന്റൽ ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, റിപ്പീറ്റഡ് ആയി മൈഗ്രെയിൻ ട്രിഗേഴ്സിനോട് എക്സ്പോസ്ഡ് ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തുടർച്ചയായ തലവേദന വരാം.